നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? അത് തിരക്ക് പിടിച്ചൊരു ദിവസത്തെ വീഡിയോ ആണ് ഇന്ന്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് ഫുൾ ഡേ ആയിട്ട് ഞാനൊരു വ്ളോഗ് ഇതുവരെയ്ക്ക് എടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ കാപ്പിയൊക്കെ എടുക്കുവാണ്, പൊതിയാണ്. അപ്പോൾ നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ പഴയ വീട് ആലപ്പുഴയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഫ്രൈഡേയിൽ വീഡിയോ ചെയ്തു. അപ്പോൾ ദൃശ്യക്കുട്ടിനെ ഇന്ന് ക്ലാസ്സിന് വിട്ടിട്ടില്ലേ, അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോവുകയാണ്. അങ്ങനെ രാവിലത്തേക്ക് ദോശയും കടലയാണ്, അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും മാത്രമേ പോകുന്നുള്ളൂ. ഏട്ടൻ അവിടെ ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഉച്ചത്തേക്കുള്ള ചോറിന് വേണ്ടിയിട്ട് ഉള്ള അടുത്ത പരിപാടിയാണ്. അപ്പോൾ രാവിലെ തന്നെ തിരക്ക് പിടിച്ച് ഞാൻ ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ഇവിടെ നല്ല കായൽ ചെമ്മീൻ കിട്ടും. ചെമ്മീനല്ല, കൊഞ്ചെന്നാണ് പറയുന്നത്, വലിയ കൊഞ്ച് കിട്ടും. അപ്പോൾ അത് തീയൽ വെച്ചിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് തോരനും മുട്ടയും മാങ്ങാച്ചാറും ഒക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു പൊതിച്ചോറ് പോലെ. അപ്പോൾ ദൃശ്യക്കുട്ടിക്കൊക്കെ പൊതിച്ചോറ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എനിക്കും അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് അങ്ങനെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളതെല്ലാം റെഡി ആക്കുവാണ്. ഇപ്പോൾ സമയമില്ല, നമുക്ക് രാവിലെ 9 മണിക്കാണ് ട്രെയിൻ. അതിന് മുന്നേ തന്നെ റെഡി ആവണം. അപ്പോൾ ദച്ചൂട്ടിന് എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം അങ്ങ് റെഡി ആക്കുവാണ്. അങ്ങനെ ഞാനായിട്ട് എനിക്ക് ഭയങ്കര എക്സ്പേർട്ടൊന്നുമില്ല, എങ്കിലും അത്യാവശ്യം പൊതിഞ്ഞെടുക്കാറുണ്ട്. എപ്പോഴും നമ്മളിത് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ദൃശ്യക്കുട്ടി ഉറക്കം എഴുന്നേറ്റ് വന്ന് ഞാൻ വിളിച്ചതാണ് എനിക്ക് വീഡിയോ എടുക്കണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കുളിച്ച് റെഡിയായി ദച്ചൂട്ടിനെ എഴുന്നേൽപ്പിച്ച് നമുക്ക് ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നപ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇത്ര തിരക്ക് പിടിച്ച് വരണ്ടായിരുന്നേ, വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് യാത്രയുള്ള, എന്നാലും നമ്മൾ ഒറ്റയ്ക്കല്ലേ പോകുന്നതെന്ന് വിചാരിച്ച് വന്നതാണ്. പിന്നെ നമ്മൾ കുറേ സമയം ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കും, നമ്മളിങ്ങനെ ഫോട്ടോസൊക്കെ എടുപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഇത് ചേട്ടനില്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട്. ആകെ അലമ്പാണ്. അങ്ങനെ നമ്മൾ കുറേ സമയം ഇവിടെ ഇരിക്കേണ്ടി വന്നു. അങ്ങനെ നമുക്ക് ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ 2 പേർക്കും വിശപ്പായിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റിലൊന്നും തിരക്കേ ഇല്ല. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ 1-2 ആൾക്കാരും കൂടി ഉള്ളൂ. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ദോശ കഴിക്കുവാണ്. അതിനുശേഷം നമ്മൾ കരുനാഗപ്പള്ളി എത്തിയപ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടി ബാക്കിലേക്ക് ആളടുത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദൃശ്യക്കുട്ടിക്കൊക്കെ ഭയങ്കര പേടിയായിട്ട്. അപ്പോൾ പിന്നീടുള്ള വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ, എടുക്കാൻ പറ്റിയില്ല. ഏട്ടൻ്റെ ഓഫീസിൽ ചെന്നിട്ട് നമ്മൾ അങ്ങനെയൊക്കെയാണ് വന്നത്. അപ്പോൾ നമ്മൾ പൊതിച്ചോറ് വീട്ടിലെത്തിയിട്ടുണ്ട്, അത് തുറന്ന് വെച്ച് ദൃശ്യക്കുട്ടി കഴിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളെ വീടിൻ്റെ കോലം കൊണ്ട് ഇപ്പോൾ ഇവിടെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ പറക്കി ഒതുക്കാനായിട്ടാണ് നമ്മൾ വന്നത്. ആകെ കുളമായിട്ട് കിടക്കുവാണ്, എല്ലാം പറക്കി ഇട്ടേക്കുവാണ്. അപ്പോൾ നമ്മൾ 11 വർഷം ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ വീട്ടിലേക്ക് പോയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട്. എനിക്ക് ഈ വീട്ടിൽ താമസിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. മോളുടെ 8 മാസം ഉള്ളപ്പോഴാണ് നമ്മളിവിടെ വന്നത്. ഇപ്പോൾ ദൃശ്യക്കുട്ടിക്ക് 10 വയസ്സായിട്ടുണ്ട്, പിന്നെ തെച്ചൂട്ടനുമായി. അങ്ങനെ ഇവിടെ ഒത്തിരി ഓർമ്മകളുണ്ട് ഇവിടെ. അങ്ങനെ ഇത്തവണ നമ്മൾ വീട്ടിൽ പോയി വൈകിട്ട് നമ്മൾ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റുമാനൂർ പോയിട്ടുണ്ടായിരുന്നു. ഇത്രയും വർഷം ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ ഇപ്പോഴാണ് വരാനുള്ള സമയം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് രാത്രിത്തേക്ക് നമ്മൾ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ അവിടെ കണ്ട പശുവാണ് ഏറ്റുമാനൂർ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.